നമസ്കാരം. ചൈതന്യം വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ രാശിസ്ഥിതി ഫലങ്ങൾ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ അത് അവരവരുടെ വിശ്വാസത്തിലും അവരുടെ ഓരോരുത്തരുടെയും ആത്മീയ സമർപ്പണത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഫലങ്ങൾ, പോസിറ്റീവായിട്ടുള്ളത് നേടിയെടുക്കാൻ, നെഗറ്റീവായിട്ടുള്ളത് മാറ്റിയെടുക്കാനും നമ്മൾ ശ്രദ്ധിച്ചാൽ, സമയം ഉണ്ടാക്കിയാൽ നമുക്ക് മാത്രമല്ല നമ്മളെ കൂടെ നിൽക്കുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. താൻ പാതി ദൈവം പാതി എന്നുള്ളതാണല്ലോ. എല്ലാ കാര്യത്തിനും സ്വയം ഉണ്ടാകുന്നതല്ല, നമ്മളെല്ലാം സൃഷ്ടിക്കപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഭാവിയിലേക്ക് സൃഷ്ടിക്കപ്പെടുന്നത് തന്നെയാണ്. ഇവിടെ മേടൻ രാശിയുടെ അശ്വതി, ഭരണി, കാർത്തികക്കാല് പറയുമ്പോൾ മേടൻ രാശിയുടേത് വൈവാഹിക സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന പൊരുത്തക്കേടുകൾ, വിവാഹം നടക്കാൻ എൻഗേജ്മെൻ്റായി നിൽക്കുന്നവരെ സംബന്ധിച്ചോളം, വിവാഹം കഴിഞ്ഞവരെ സംബന്ധിച്ചോളം ഈ പൊരുത്തത്തിൽ എല്ലാം 100% പൊരുത്തം വരണമെന്നില്ല. ഒരു ആവറേജ് 65 മേൽ വന്നാൽ നമുക്കത് യോജിപ്പ് ചേർച്ചയുണ്ടെന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ആ പൊരുത്തക്കേട് പരിഹരിക്കുന്നത് ചിലപ്പം കാലഘട്ടത്തിനനുസരിച്ചിട്ടായിരിക്കും. 6 മാസം, 1 വർഷം. ചിലർക്ക് ആ പൊരുത്തക്കേട് മാറുന്നത് സന്താനഭാഗ്യത്തോടു കൂടിയായിരിക്കും. അവരവരുടെ ജാതകത്തിലെ ചില പൊരുത്തക്കേടുകൾ പരിഹരിക്കുന്നതിന് അവർക്കുണ്ടാകുന്ന സന്താനയോഗം, ആ ജാതകഫലം കൊണ്ട് അച്ഛനും അമ്മയ്ക്കും അതിൻ്റേതായിട്ടുള്ള കുറവുകൾ പരിഹരിച്ച് പോകാനുള്ള ദൈവാധീനം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പൊരുത്തക്കേടുള്ള കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ കാണുന്നതിൽ വ്യാകുലപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. ഇത് ശിവശക്തി, ശിവനും ഭഗവതിയും ഉള്ള അമ്പലത്തിൽ അതിൻ്റേതായിട്ടുള്ള സമർപ്പണം, ധാരയോ പുഷ്പാഞ്ജലിയോ ചെയ്യുന്നത് അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായകരവും. തെറ്റിദ്ധാരണ, ദേഷ്യം, വാശി, മനഃപൂർവമല്ലാത്ത ചില അപവാദങ്ങൾ ഒക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി തുറക്കും. ശിവനും ഭഗവതിയും ഉള്ള അമ്പലത്തിൽ ചെയ്യുന്നത് ഉചിതമാണ്. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരത്തര, ഇടവരാശി. ഇടവൻ രാശിക്കാരുടെ സംബന്ധിച്ചോളം സന്താനഭാഗ്യ കാര്യങ്ങളിൽ മാറ്റിവെച്ച് പ്ലാനിങ്ങിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം പ്രോബ്ലം ഇല്ല. അതല്ലാതെ ഡിലേ ആയിട്ട് സങ്കടപ്പെട്ട് വിഷമപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ചോളം, അത് 10 വർഷമായിട്ടുള്ള ദാമ്പത്യ ബന്ധത്തിലും കുഞ്ഞ് പറക്കാതെ ദുഃഖിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചോളം അനുകൂലം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വാരഫലത്തിൽ സൂചിപ്പിക്കാൻ അതിനുള്ളൊരു തുടക്കം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ IVF മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് പരാജയത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം പോലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ ലക്ഷ്യബോധത്തിനുള്ള സന്താന യോഗം അനുകൂലം, ദൈവാധീനത്താൽ അനുകൂലമാവാൻ സാധ്യതയുണ്ട്. ഇതിന് വ്രതശുദ്ധിയോടുകൂടി ഗൃഹത്തിൽ പ്രത്യേകിച്ച് സപ്തശുദ്ധിക്രിയ ചെയ്ത് ഭാഗ്യസൂക്ത ഹോമവും നടത്തിക്കഴിഞ്ഞാൽ ആ ഹോമാഗ്നിയിൽ നിന്ന് കിട്ടുന്ന സമ്പാദം എന്ന് പറയുന്ന നെയ്യ് സേവിച്ചു കഴിഞ്ഞാൽ ഉത്തമ സന്താനഭാഗ്യയോഗത്തിനുള്ള അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. യാതൊരു സംശയമില്ല. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വസ്തുക്കച്ചവടം, പുതുതായിട്ടുള്ള 1-2 ഏർപ്പാടുകൾ അനുകൂലമായി എഗ്രിമെൻ്റായി മുന്നോട്ട് പോകാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. വാഹനം ചേഞ്ച് ചെയ്യാനോ പുതിയത് വാങ്ങാനോ താല്പര്യപ്പെടുന്നവർക്കും അനുകൂല സമയമാണ്. മകയിരത്തിന്, തിരുവാതിര, പുണർതത്തിൽ, മുക്കാൽ, മിഥുന രാശി. മിഥുന രാശിക്കാരൻ വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന താല്പര്യപ്പെട്ട് നിൽക്കുന്നവർ വാസ്തുവിൻ്റെ ലക്ഷണശാസ്ത്രവും കൂടി ഒന്ന് മനസ്സിലാക്കി പരിഹരിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ മെയിൻ്റനൻസിൽ കൂടി പരിഹരിച്ചു പോകുന്നത് ഉചിതമാണ്.
പഞ്ചശിരസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവചം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്ഥാപിക്കുന്നതും ഈ വാസ്തുപൂജയോടൊപ്പം ചെയ്യുന്നത് നല്ലതാണ്. മെയിൻ്റനൻസ് കഴിഞ്ഞതിന് ശേഷം. മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബക്ഷയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടായി മുന്നോട്ട് പോകാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. നമ്മളും കൂടെ അതിന് മുൻകൈ എടുത്ത് കുറച്ച് വീട്ടുവീഴ്ചയോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചില ബന്ധങ്ങൾ വിള്ളലുണ്ടാകാൻ സാധ്യത. അത് പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ അല്ലെങ്കിൽ വർക്കിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധാരണയും ചിലരുടെ പ്രേരണ കൊണ്ടും ഉണ്ടാകുന്ന ഒരു പൊളിച്ചെഴുത്ത് വേണോ വേണ്ടി അതിൻ്റേതായിട്ടുള്ള ആവശ്യം വരാതെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഡിസ്കഷൻ, ചർച്ചയാണ് അഭികാമ്യം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിലൊരു തേർഡ് പേഴ്സണും കൂടെ ഇരുന്നാൽ തീരുന്ന കാര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഉചിതമാണ്. ഇവിടെ ഐക്യമത്യ സൂക്ത കവച മന്ത്രം നമ്മുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ഗുണം ചെയ്യും. ഐക്യമത്യം സംവാദ സൂക്ത ജപമന്ത്രം ജപിച്ച മുദ്ര, അത് നമ്മൾ ബെഡ്റൂമിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ശുദ്ധമായിട്ടുള്ള ഡ്രോയ്ക്കകത്തോ വെച്ച് കഴിഞ്ഞാൽ ആ വക കാര്യങ്ങൾ കൂടുതൽ സീരിയസ് ആവാതെ മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. പുണർത്തത്തിൽ കൽപ്പൂയമായില്ലേ കർക്കടക രാശി. കർക്കിടക രാശിക്കാരിലെ ദൈവാധീനം അനുകൂലം തന്നെയാണ്. നിരന്തരം വീഴ്ചകളുണ്ടാകുന്ന അവസ്ഥ, അത് ലേഡീസിനായിരുന്നാലും ജെൻസിനായിരുന്നാലും. പ്രത്യേകിച്ച് 12 വയസ്സിന് മേൽ 26 വയസ്സിനകത്തുള്ളവരെ സംബന്ധിച്ച് ആക്സിഡൻറ്റുകൾ, വീഴ്ചകൾ, സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ വണ്ടിയിൽ നിന്നോ ജിമ്മിലോ കളിസ്ഥലത്തോ ഒക്കെ ആ വക നെഗറ്റീവുകൾ വീണ്ടും നമ്മളെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ദോഷം വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ എടുക്കാൻ ദൈവാധീനത്തിന് സമർപ്പിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. ഇവിടെ 7 വ്യാഴാഴ്ച വിഘ്നേശ്വര ഭഗവാന് കറുകമാല ചാർത്തി 7ാമത്തെ വ്യാഴാഴ്ച നാളികേരം ഉടച്ച് പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷം. ഈ വക ദോഷങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള ദൈവാധീനം അനുകൂലമാകും. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ IT ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം പുതുതായിട്ടുള്ള ഒരു മേഖല, ഓപ്പർച്യൂണിറ്റി ഓഫർ അല്ലെങ്കിൽ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഷിഫ്റ്റിങ്, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിസ്ഥലത്ത് നമുക്കുണ്ടാകുന്ന ഷഫ്ലിങ്, പ്രത്യേകിച്ച് മെയ് ജൂൺ മാസത്തിൽ ഗുണകരമായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. ഇതിപ്പോൾ പറഞ്ഞത് എന്താ, അത് തയ്യാറെടുക്കുക എന്നുള്ളത്. മാനസികമായിട്ട് എന്താ വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്, എവിടെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ദൃഢനിശ്ചയം വേണം. പലർക്കും അത് ഈ രാശിക്കാരെ സംബന്ധിച്ച് കൺഫ്യൂഷനാണ്. മറ്റുള്ളവർക്ക് നമ്മൾ മാർക്കിടാൻ കൊടുക്കുന്നു ഫ്രണ്ട്സിന്, അതിൻ്റെ ആവശ്യമില്ല. നമ്മളുടേതായുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് പോയി ഗ്രോത്തിലേക്ക് കാൽവയ്ക്കുക എന്നുള്ളത് പറയും. അത് എടുക്കേണ്ട സമയം അനുകൂലമായി വരുന്നുണ്ട്. അശ്വാരൂഢ കവചമന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് നല്ലതാണ്. പുതിയ മേഖലയിൽ നമുക്ക് സക്സസ് ഉണ്ടാകാൻ പറ്റും. ടെൻഷനോ എതിർപ്പോ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റും. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള അടുപ്പം നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടിൽ ഏതെങ്കിലും കാര്യത്തിൽ വായ്പയ്ക്കോ മറ്റോ ജാമ്യം നീക്കുക, മറ്റു കാര്യങ്ങളിൽ മുമ്പ് ചെയ്തിട്ടുള്ളതിൻ്റെ തിക്തഫലങ്ങൾ, പ്രത്യേകിച്ച് നോട്ടീസ്, വായ്പാ നോട്ടീസ്, മറ്റു കാര്യങ്ങൾ നമ്മളെയും കൂടെ തേടി വരുന്ന സാഹചര്യത്തിൽ പരിഹാരം കണ്ടേ പറ്റൂ. തിരിച്ചടവ് ഉണ്ടായേ പറ്റൂ. സഹകരണ മേഖലയിൽ പ്രത്യേകിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ചലഞ്ചിൻ്റെ വെല്ലുവിളിയുടെ കാലഘട്ടമാണ്. ജീവനക്കാർക്കായിരുന്നാലും അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത ഡിപ്പോസിറ്റേഴ്സിനായിരുന്നാലും ശരി തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ വ്യക്തിയും ഓരോ തരത്തിലുള്ള ചലഞ്ചസ് ബാധിക്കുന്ന സമയമാണ്. കിട്ടേണ്ട സാമ്പത്തികം, ശമ്പളമായിരുന്നാലും പലിശയായിരുന്നാലും തുകകളായിരുന്നാലും അത് ഡിലേ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഒരു കരുതൽ ഉണ്ടായിരിക്കേണ്ടത്
ഒരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക കാര്യത്തിൽ നമ്മളായിട്ട് കണ്ടെത്തേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയാണ്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദര സംബന്ധമായിട്ടുള്ള രോഗാതി ദുരിത ലക്ഷണങ്ങൾ കാണുന്നത് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചികിത്സ ചെയ്യാൻ നീട്ടിവെക്കാൻ പാടില്ല. ഉദര സംബന്ധമായിട്ടുള്ള സ്റ്റോണിൻ്റെ ദഹനത്തിൻ്റെ ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. ആയുർവേദിക് ട്രീറ്റ്മെൻറ്റാണെങ്കിൽ കുറച്ചുകൂടെ ഉചിതം. കാലതാമസം ഉണ്ടാവുമെങ്കിൽ അത് ദീർഘനാളത്തേക്ക് നമുക്കത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ദൈവാധീനം കാണുന്നുണ്ട്. ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മളെയും കുടുംബത്തെയും ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കുറച്ച് പഴക്കമുണ്ട്. പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ വരെ ഇതിനു മുൻപ് കാര്യങ്ങളെ 2 തവണ വലിച്ചഴക്കേണ്ട സാഹചര്യം ദൈവാധീനത്താൽ തട്ടിമാറിപ്പോയി എന്നുള്ളത്. അതിൽ രണ്ടാമത്തെ ആഭിചാരദോഷം ശത്രുദോഷം ഉണ്ടായ സമയത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട സാഹചര്യം ഗൃഹത്തിൽ 2 തവണ 2 പേർക്കായിട്ട് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, ആക്സിഡൻ്റ് ഉൾപ്പെടെ. അപ്പോൾ ആ വക പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇനിയും നമ്മൾ ജീവിതത്തിൽ ആവർത്തിക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടൊരു പ്രൊട്ടക്ഷൻ നമ്മളെടുക്കും. സുദർശന പൂജ ചെയ്ത് മഹാസുദർശന കവച മന്ത്രം നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഈ വക ദോഷങ്ങൾ ഇനി മേൽ നമ്മളെ കൂടുതൽ ആകുല വ്യാകുലപ്പെടുത്താതെ മുന്നോട്ട് പോകാനുള്ള പ്രൊട്ടക്ഷൻ ദൈവാധീനം തുണയായിട്ട് വരും. മഹാസുദർശന കവച മന്ത്രം. ചിത്തിരത്തര ചോതി വിശാഖമുക്കാൽ തുലാം രാശി. ദൈവാധീനം വളരെ ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇത് ജോലി സ്ഥലത്ത് ചില ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയം അറിയാതെ നമ്മളെ ബലിയാടാക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതും കണ്ടും കേട്ടും അറിഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അനുകൂലമാകേണ്ട സാഹചര്യം ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവിടെ സ്വാധീനിക്കുന്ന ചില ഫോക്കസിൻ്റെ കളിയായിരിക്കാം. നമ്മുടെ പ്രൊമോഷനെയും സാമ്പത്തിക കാര്യത്തെയും തടഞ്ഞു വയ്ക്കുന്ന രീതിയിൽ, പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചലഞ്ചസ് വരാം, ട്രാൻസ്ഫർ എന്നുള്ള ഭീഷണി വരാം, സസ്പെൻഷൻ, ഷോക്കേഴ്സ് നോട്ടീസ്, ഇൻക്രിമെൻ്റ് കട്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ എതിരായിട്ട് ദോഷമായിട്ട് വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ഈ 3 മാസത്തിൽ. ഇവിടെ ന്യായവും നീതിയും നമുക്ക് അനുകൂലമാണെങ്കിൽ തന്നെയും ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ ബലിയാടാകാൻ പാടില്ല. അതിനുള്ള പ്രൊട്ടക്ഷൻ ദൈവാധീനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുമ്പോൾ 5 തിങ്കളാഴ്ച ശിവഭഗവാന് ജലധാര പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഈ 5 തിങ്കളാഴ്ച ഭഗവാന് അഭിഷേകമാണ് ഏറ്റവും ഇഷ്ടം, മഹാദേവൻ. അപ്പോൾ അത് ജലധാരയോ ക്ഷീരധാരയോ ഏതായിരുന്നാലും അത് ചെയ്യുക. 5 തിങ്കളാഴ്ച പുഷ്പാഞ്ജലി നടത്തുക. ഈ കാലഘട്ടം നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ദൈവാധീനം നമുക്ക് അനുകൂലമായിട്ട് ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാകുന്നുള്ള യാതൊരു സംശയമില്ല. വിശാഖത്തിക്കാൽ അനിഴംത്ര കേട്ട വൃശ്ചിക രാശി. ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. എക്സാം ടൈമിൽ കൂടുതൽ ടെൻഷൻ വരുന്നതിനെ കൊണ്ട് പറ്റൂ ഇല്ല എന്നുള്ള കൺഫ്യൂഷൻ, പ്രത്യേകിച്ച് 10ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ നിൽക്കുന്ന ആൾക്കാരിൽ ഈ വക പ്രശ്നങ്ങൾ, എഴുതിയതിന് എങ്ങനെ ശരിയായോ, എത്ര മാർക്ക് കിട്ടും, അരമാർക്കിന് പോവോ, ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ അരിയർ വരുമോ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിൻ്റെ വ്യാകുലത വളരെ വലുതാണ്. ഇത് ഉറക്കത്തെ വരെ ബാധിക്കും. ദേഷ്യം ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ ഓർമ്മശക്തി, അതായത് കോൺഫിഡൻസും കൂടെ നമുക്ക് വേണം. അപ്പം അതിന് സാരസ്വത അരിഷ്ടം, അത് ശിവഭഗവാനിൽ സാന്നിധ്യത്തിൽ ജപിച്ച് അത് 11 ദിവസം അത് കഴിക്കുക. പ്രത്യേകമായിട്ടുള്ള ഒരു എനർജി നമുക്ക് അനുഭവപ്പെടും. മുന്നോട്ട് പോകാനുള്ള ധൈര്യവും ശുഷ്കാന്തിയും നമുക്കുണ്ടാവും എന്നുള്ള യാതൊരു സംശയമില്ല. സാരസ്വത അരിഷ്ടം. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്വല്പ തടസ്സങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്.
തൊഴിലിനായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും പഠനത്തിനായിരുന്നാലും ഏത് കാര്യത്തിലായിരുന്നാലും ശരി തന്നെ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുക, തടസ്സങ്ങൾ മാറുന്നത്. എള്ളുകിഴി നീരാഞ്ജനം 8 ശനിയാഴ്ച അയ്യപ്പൻ്റെ മുമ്പിൽ എള്ളുകിഴി നീരാഞ്ജനം, അഷ്ടനീരാഞ്ജനം. അതിൻ്റെ ആയിട്ടുള്ള മാറ്റം ഈ കാലഘട്ടത്തിൽ നമുക്ക് അനുകൂലമായിട്ട് വരും. മൂലം പൂരാടം ഉത്രാടത്തേക്കാല് ധനുരാശി. ദൈവാധീനം നല്ല രീതിയിൽ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ നമ്മൾ മനഃപൂർവ്വമല്ലാത്ത രീതിയിൽ ഇൻവോൾവ് ആകേണ്ട സാഹചര്യങ്ങൾ വരും. പ്രത്യേകിച്ച് പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്ന ഈ ഇലക്ഷൻ ടൈമിലേക്ക് എടുക്കേണ്ട ചില തീരുമാനം, ലീഡർഷിപ്പിലേക്ക് നിൽക്കുന്നവരെ കൂടുതൽ ദോഷകരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കുന്ന ഭാഗത്തു നിന്നുള്ള പിന്തുണ, സഹായം അല്ലെങ്കിൽ സ്ഥാനകാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മളെ കീഴ്പോട്ട് വലിക്കാൻ സാധ്യത. കോക്കസിൻ്റെ കളി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ശത്രുത എന്ന് തന്നെ പറയാം, വിരോധം. ചിലരുടെ ഭാഗത്തുനിന്ന് മുമ്പ് ഉണ്ടായിട്ടുള്ള ചില തർക്കങ്ങളും വാശികളും ഇപ്പോൾ നമുക്കെതിരെ പ്രയോഗിക്കാനുള്ള സാധ്യത ധനുരാശിക്കാരിൽ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്, ശ്രദ്ധിക്കേണ്ട സമയമാണ്, ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. ഇവിടെ ഉഗ്ര നരസിംഹ കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായുള്ള സമയമാണ്. ചില കാര്യങ്ങൾ നമുക്ക് അനുഭവജ്ഞാനത്തിലും പ്രായോഗികതലത്തിലും നമുക്ക് മുൻവിധി വേണ്ട, നമുക്ക് സിംറ്റം കിട്ടും. ഭാഗ്യയോഗം അനുകൂലമായിട്ട് വരാൻ, ചില ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാത്ത സപ്പോർട്ട് നമുക്ക് കിട്ടാൻ ഈ നരസിംഹ കവച മന്ത്രം, ഉഗ്ര നരസിംഹ മന്ത്രം സഹായകരമാകും. ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. ദൈവാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നവരെ, ഡ്രൈവിംഗ് ഫീൽഡ് അല്ലെങ്കിൽ ടൂർ ആൻഡ് ട്രാവൽസ് ഫീൽഡ് അല്ലെങ്കിൽ വണ്ടി ബിസിനസ്, ആ ഫീൽഡ് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ചില ചലഞ്ചസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യൂറോപ്യൻ മേഖലയിൽ ഇപ്പം നിൽക്കുന്നവർ, പഠിക്കുന്നവർ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ത്രെഡുകൾ നിരന്തരം വരാൻ, നിർത്തിയിട്ട് പോകണോ, വിസ പ്രശ്നം, അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം ഉണ്ടായിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങൾ. പ്രത്യേകിച്ച് ഈ വർഷം ശരിയായിട്ടുള്ള ചില തീരുമാനങ്ങളെടുത്ത് അവിടെ നിൽക്കണോ, കണ്ടിന്യൂ ചെയ്യണോ, അതോ എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് വരണോ എന്നുള്ള ഒരു പരിവർത്തനം, മാറ്റത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ട സമയമാണ്. ഇത് നമ്മുടെ ലൈഫ് ലോങ്ങിൽ നമ്മളെ കരിയറിനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എടുത്തേ പറ്റൂ. ഇവിടെ ദിശാബോധത്തോടു കൂടി നമുക്ക് കാര്യങ്ങൾ കൂടുതൽ നമുക്ക് നഷ്ടം വരാതെ മുന്നോട്ട് പോകുന്നതിന് ഗുരുതി പുഷ്പാഞ്ജലി, ഇവിടെ നാട്ടിൽ ഭഗവതിക്ക് 11 ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യുന്നത്, രക്തപുഷ്പാഞ്ജലി എന്ന് പറയും. ആ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുക്കാനുള്ള ഈശ്വരാധീനം നമുക്ക് നേടിത്തരും, യാതൊരു സംശയമില്ല. അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാല് കുംഭരാശി. ദൈവാധീനം അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് വ്യക്തിഗതമായിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് ഒരു ബ്രാൻഡ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഒരു ബ്രാൻഡ് പോലെ നമ്മളോ നമ്മുടെ കൂടെ നിൽക്കുന്ന ഫേമിനോ അത് ഗുണകരമായിട്ട് വരാനുള്ള വർഷമാണ് ഈ വർഷം. അതിനുള്ള ഓപ്പർച്യൂണിറ്റിയും സാധ്യതയും നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. നമ്മളത് ക്യാച്ച് ചെയ്യണം, അതിന് ധൈര്യവും ശുഷ്കാന്തിയും ഉണ്ടാകണം. ഇവിടെ ലക്ഷ്മി സുദർശന കവച മന്ത്രം മറ്റു തടസ്സങ്ങൾ വരാതെ, കോമ്പറ്റീഷൻ ഫീൽഡാണ്, അസൂയ, വാശി ഈ ഫീൽഡിൽ കൂടുതലാണ്, അത് നമുക്ക് നെഗറ്റീവായിട്ട് വരാതിരിക്കാൻ ലക്ഷ്മി സുദർശന യന്ത്രം നമ്മുടെ സാമീപ്യം ഉണ്ടായിരിക്കുന്നത് അനുകൂലമാണ്. പുരുരുട്ടാതി കാല ഉത്രട്ടാതി രേവതി മീനൻ രാശി. ഇവിടെ
ആഗ്രഹ നിവൃത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപപാപ ബന്ധന ദോഷങ്ങൾ നമുക്കോ നമ്മുടെ കുടുംബത്തെയോ ബാധിച്ചിട്ടുള്ളത് പഴക്കമുള്ളതായിരിക്കാം. എന്നെ മറന്നോ എന്നുള്ള ചോദ്യം അത് വരാൻ പാടില്ല. ഇവിടെ പിതൃപൂജയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്, മറന്നു വെച്ചിട്ടുള്ളത്, നീട്ടി വെച്ചിട്ടുള്ളത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. തിലഹോമം ചെയ്യുക, ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് ഉപചാര സമർപ്പണം ചെയ്ത് ത്രിഭൂഷണം സമർപ്പിക്കുക, ചന്ദ്രക്കല ശിവന്, താലി ഭഗവതിക്ക്, നാമം വിഷ്ണു ഭഗവാങ്കിൽ സമർപ്പിച്ച് പാൽപ്പായസ നിവേദ്യം ചെയ്യുന്നത് വളരെ വിശേഷമായിട്ട് പിതൃക്കളുടെ അനുഗ്രഹം കിട്ടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള, കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ മാറി അനുഗ്രഹീതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത തെളിയും. മീനൻ രാശിക്കാരെ സംബന്ധിച്ചോളം സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ ഉഴലുന്ന സാഹചര്യങ്ങൾ വന്നുകൂടായികയില്ല. പ്രതീക്ഷിക്കുന്ന രീതിയിൽ സാമ്പത്തിക കൈമാറ്റം നടക്കാതെ പ്രശ്നങ്ങളുണ്ടാകും. ബാങ്ക് വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സ്വർണ്ണ വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മുടക്കം അല്ലെങ്കിൽ തടസ്സം നമുക്ക് മുന്നോട്ട് പോകാൻ പ്രതിഫലിക്കുന്നുണ്ട്. ആ തടസ്സം മാറ്റി മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് മേടം 10 ഏപ്രിൽ 24 വരെ ഈ വക തടസ്സങ്ങൾ നിരന്തരം നമ്മളെ അലട്ടുന്ന സാഹചര്യം വന്നുകൂടായികയില്ല. അപ്പോൾ അതനുസരിച്ചൊരു നമ്മുടെ ലൈഫിൽ സാമ്പത്തിക കാര്യത്തിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള താല്പര്യം നമ്മൾ തന്നെ കാണിക്കണം. ചുരുക്കേണ്ട കാര്യങ്ങൾ ചുരുക്കുക, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ഭാഗം. എക്സ്ട്രാ സാമ്പത്തികം കണ്ടെത്താൻ, അഡീഷണൽ ഇൻകം കണ്ടെത്താൻ എന്തെങ്കിലും പുതിയ വർക്കോ ബിസിനസ്സോ സ്റ്റാർട്ട് ചെയ്യുക പാർട്ട് ടൈം ആയിട്ടായിരുന്നാലും അഭികാമ്യമാണ്, ഉചിതമാണ്, ദൈവാധീനം തുണയാണ്. ഇന്നിവിടെ നമുക്ക് ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച.